നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഓരോ അനുഭവവും ഒരു എഡ്യൂക്കേഷനാണ്, നമ്മൾ ഉയർത്തുന്നതാണ്. നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലിനെ തുറക്കാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓരോ അവസരങ്ങളാണ് ശരിക്കും ഓരോ നിമിഷങ്ങളും. അപ്പോൾ ആ രീതിയിൽ കാണേണ്ട ഈ ജീവിതം ഒരു ആനന്ദത്തിൻ്റെ യാത്രയാണ്. അപ്പോൾ ഈ ജീവിതത്തിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പുറത്തേക്ക് ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്നതും അനുഭവിക്കുന്നതും ആയിട്ടുള്ള ഒരു ലോകം, പ്രപഞ്ചം. രണ്ടാമത്തെ പറഞ്ഞാൽ ഉള്ളിൽ റെക്കോർഡ് ചെയ്യുന്ന ഈ അനുഭവങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ബോധം, അതാണ് സബ്ജക്റ്റീവ് തരം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ മറ്റുള്ളതിനെ വിടാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സംസ്കൃതികളിൽ പലപ്പോഴും പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഒന്നിന് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോഴാണെന്നാണ് നമ്മുടെ മാസ്റ്റേഴ്സ് പറഞ്ഞത്. ആധ്യാത്മികതയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്തിട്ട്, സബ്ജക്റ്റീവായിട്ടുള്ള ഉയർച്ചയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്തിട്ട് ഉത്തരവാദിത്തങ്ങളെല്ലാം വിട്ടിട്ട് തപസ്സിന് പോയിട്ടുള്ള ആൾക്കാർ, സ്പിരിച്വാലിറ്റി. ബാക്കി ഒരു വിഭാഗം, ഭൂരിഭാഗവും അങ്ങനെ ഒരു സബ്ജക്റ്റീവ് തലത്തിൽ പ്രാധാന്യം കൊടുക്കാതെ ഈ കാണുന്ന ലോകമാണ് ശരിക്കുള്ള ലോകം എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർ എല്ലാവരും അങ്ങനത്തിനാണ് ഓൾമോസ്റ്റ്. കാരണം ഈ അനുഭവം റെക്കോർഡ് ചെയ്യുന്ന ഉള്ളിലാണെന്ന് മനസ്സിലായിരുന്നെങ്കിൽ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരായിരുന്നു. നമ്മൾ തെറ്റുകൾ ചെയ്യില്ലായിരുന്നു. നമ്മളെ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മൾ തെറ്റ് ചെയ്യില്ല. കാരണം ഇതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ് അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ കർമ്മഫലം എന്നുള്ള തിയറി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിലും സൈക്കാട്രിയിലും ഇത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ പാസ്റ്റാണ് പ്രസൻറ്റിനെ കണ്ടീഷൻ ചെയ്യുന്നത്. സ്ട്രെസ്, സ്ട്രെയിൻ എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ എവിടെയാണ്? ഉള്ളിലാണ്. അപ്പോൾ ഉള്ളിൽ എന്നുള്ളൊരു ഇടമുണ്ട് എന്നുള്ളത് എല്ലാവരും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളിലുള്ള ഈ ഇടത്തിൽ ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. ഭൂരിഭാഗം ആൾക്കാർ ചെയ്യുന്നില്ല. മഹാത്മാ ഗാന്ധിജി
വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സേയിങ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗിഫ്റ്റ് എന്നുള്ള അരുൺ ഗാന്ധി എഴുതിയിട്ടുള്ള പുസ്തകം, മഹാത്മാഗാന്ധിജിയുടെ ഗ്രാൻഡ് സൺ ആണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഇതൊന്ന് കോട്ട് ചെയ്യാണ്. അതിൽ മഹാത്മാഗാന്ധിജി പറയാണ്, യുവർ മൈൻഡ് ഷുഡ് ബി ലൈക്ക് എ റൂം വിത്ത് മെനി ഓപ്പൺ വിൻഡോസ്. ലെറ്റ് ദ ബ്രീസ് ഫ്ലോ ഇൻ ഫ്രം ഓൾ ബട്ട് റെഫ്യൂസ് ടു ബി ബ്ലോൺ അവേ ബൈ എനി വൺ ഓഫ് ദം. നിങ്ങളുടെ വീടിൻ്റെ ജനലുകൾ തുറന്നു വയ്ക്കും, എല്ലായിടത്തും കാറ്റ് ഒഴുകി വരട്ടെ, പക്ഷേ ഈ കാറ്റടിച്ച് നിങ്ങൾ വീണ് പോരുത്, നിങ്ങളുടെ കാല് ഇളക്കിക്കളഞ്ഞ് നിങ്ങൾ വീണ് പോരുത്. ഇപ്പോൾ രണ്ട് ഭാഗം വളരെ ക്ലിയറാണ്. മഹാത്മാഗാന്ധിജി രണ്ടും പ്രാക്ടീസ് ചെയ്തിരുന്നു. മഹാത്മാഗാന്ധിജിക്ക് റിലിജൻ്റെ മാനിഫെസ്റ്റേഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫീൽഡ്. താൻ ഉള്ളിൽ അനുഭവിക്കുന്ന മാറ്റങ്ങൾ പുറത്തും ശരിക്കും കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റിംഗ് ഫീൽഡായിട്ടാണ്. ഇത് രണ്ടും വേണം എന്ന് ഗാന്ധിജി പറഞ്ഞു. ഇത് ഭൗതികത ആധ്യാത്മികതയാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിലായിരുന്നു. അപ്പോൾ നമുക്ക് പുറമേ നടക്കുന്ന ഈ അനുഭവങ്ങളെല്ലാം ഉൾക്കൊള്ളണം, ഒബ്സർവ് ചെയ്യണം. പലപ്പോഴും ഈ വിറ്റ്നസ് ഒബ്സർവർ എന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവും. വിറ്റ്നസ് ഭാവത്തിൽ, സാക്ഷി ഭാവത്തിൽ നിലനിൽക്കുക എന്നാണ് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് പറയുന്നത്. ഒരു വീഡിയോ എങ്ങനെയാണ് ക്യാമറ കാണുന്നത് അതുപോലെ കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്തിട്ട് എഴുതുക. പക്ഷേ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ വിറ്റ്നസ്സിനേക്കാളും മുകളിലില്ലേ എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഹൃദയത്തോടു കൂടി സ്നേഹത്തോടു കൂടിയിട്ട് ഒരു വസ്തുവിനെ നമ്മൾ കാണുക, ഒരു എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിക്കുക, അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുക, എന്നിട്ട് അതിനുശേഷം അത് സ്വാംശീകരിച്ച് ഉള്ളിലെത്തിക്കുക. പിന്നെ അതിലേക്ക് അറ്റാച്ച്മെൻ്റ് ഇല്ല. അപ്പോൾ മാത്രമേ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു ശില വിറ്റ്നസ് ചെയ്യുന്നുണ്ട്, ഒരു മരം വിറ്റ്നസ് ചെയ്യുന്നുണ്ട്, മരം ഇവോൾവ് ചെയ്യുന്നില്ലല്ലോ. മനുഷ്യൻ ഇവോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒബ്സർവ് ചെയ്യുമ്പോഴാണ്. ഒബ്സർവ് ആൻഡ് റെക്കോർഡ് എന്നാണ് സ്വാമി വിവേകാനന്ദ. ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബെസ്റ്റ് തലത്തിൽ നിന്ന് ഒബ്സർവ് ചെയ്യണം. ലാലാജി മഹാരാജ് സ്പിരിച്വൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മെൻ്റൽ ബാലൻസ് കൊണ്ടുവന്നിട്ട് മനസ്സിന് ഏകീകൃതമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥത്തിലുള്ള മെൻ്റൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവന്നിട്ട് സെൻറ്റേർഡ് ആവുക എന്ന് പറയും. നമ്മുടെ ഇന്നർ മാസ്റ്റർ എന്നൊക്കെ ദാജി പറയുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴുള്ള ലെവലിലുള്ള നമ്മുടെ മനസ്സിലാക്കുക, തിരിച്ചറിവ്, അവിടെ നിന്നുകൊണ്ട് നമ്മളൊരു കാര്യത്തെ ഒബ്സർവ് ചെയ്യുക, സത്യസന്ധമായിട്ട് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് അത് ഉൾക്കൊള്ളുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് പല അറിവുകളും വന്നു ചേരുന്നു. ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. അതെല്ലാം കേൾക്കാം. അതാണ് മഹാത്മാഗാന്ധിജി പറയുന്നത്, നമുക്കെല്ലാം കേൾക്കാം. പക്ഷേ എൻ്റെ ഫൗണ്ടേഷൻ, സെൻറ്റേർഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ശരിക്കും ഇത് മനസ്സിലായിട്ടാണോ ഇതെല്ലാം ത്യജിക്കണത് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എഡ്യൂക്കേഷനിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ശരിക്കും മനസ്സിലായിട്ടാണോ ഓരോ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ആവശ്യമാണ്, മനസ്സിലായോ ശരിക്കും? ന്യൂക്ലിയർ എനർജി നല്ലതാണ്, ശരിക്കും മനസ്സിലായി, ഉൾക്കൊണ്ടോ? ഈ ലോകത്തിലുള്ള സർവ്വചരാചരങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിതെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ഹൃദയമായിട്ട് കണക്ട് ചെയ്യണം. നമ്മുടെ ഹൃദയമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അറിയാതെ തന്നെ ആ സെൻറ്ററായിട്ട് നമ്മൾ കണക്ട് ആവും. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ കറക്റ്റ് ആവും. ഇതാണ് ഭഗവത്ഗീതയിൽ സ്വധർമ്മം എന്ന് ഭഗവാൻ പറയുന്നത്. സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഒരു സ്വധർമ്മമുണ്ട്, നമുക്ക് വ്യക്തമാണ്. ആ സ്വധർമ്മത്തിൽ നിന്ന് നമ്മൾ വ്യൂ ചെയ്യണം കാര്യങ്ങൾ. ഒരു 1ാം ക്ലാസ് കുട്ടി 1ാം ക്ലാസ്സിലെ തലത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ പറയണം. ഒരു ചെറിയ കുട്ടി ഒരു വയസ്സിനെ പോലെ സംസാരിച്ചാലും, അല്ലെങ്കിൽ വയസ്സും ചെറിയ കുട്ടീനെ പോലെ സംസാരിച്ചാലും അത് നമ്മൾ അബ്നോർമൽ എന്ന് പറയുന്നു, നോർമലല്ല. അപ്പോൾ ചെറിയ കുട്ടി വയസ്സായിട്ട് മെച്യൂറായിട്ടുള്ള ആൾക്കാരുണ്ട്, ചെറുപ്പക്കാരനെ. അപ്പോൾ നമ്മൾ പറയും ഇത് പ്രായത്തിനുള്ള ലെവലിൽ ആൾ വളരെ ഉയർന്ന ആളാണ് എന്ന് നമ്മൾ പറയും, ശുഗമഹർഷീനെ പോലുള്ള ആൾക്കാർ. പക്ഷേ അങ്ങനെ അല്ലാതെ അഭിനയിക്കുമ്പോഴും ഈ പ്രായമുള്ള ആൾക്കാർ നിഷ്കളങ്കത വളരെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ചിരിക്കുക, അങ്ങനെയുള്ളൊരു പ്രാക്ടീസ് ഉണ്ട്. സന്തോഷമായിട്ട് ചിരിക്കുക, ചിരിച്ച് സന്തോഷമാകുന്നു, ഉള്ളിലൊരു സന്തോഷമില്ല. അപ്പോൾ അതൊരു അബ്നോർമൽ ബിഹേവിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഉള്ളിലുള്ളതും പുറത്തുള്ളതൊരു ബാലൻസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മഹാത്മാഗാന്ധിജി പറയുന്നത് നമുക്ക് സോളിറ്റ്യൂഡ് ആവശ്യമുണ്ടെന്ന്, മെഡിറ്റേറ്റീവ് മൂഡ് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ വേണം. അതിൽ കാട്ട് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സഹജമാർ ഹാർട്ട്ഫുൾനെസ് തന്നെ പറയുന്നത്, നമുക്ക് കാട്ട് പോകണ്ട, നമുക്കൊരു റൂം വേണം. ആ റൂമിൽ ശാന്തമായിട്ടിരിക്കും, ഉള്ളിലേക്ക് തിരിയും. ഉള്ളിൽ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഫൗണ്ടേഷൻ അവിടെ ഉണ്ട്. ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടേക്ക് കണക്ട് ചെയ്യാൻ മാസ്റ്റർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, പ്രാണാഹുതി നൽകുന്നു. ഒറിജിനൽ അറിവിൽ നിന്നും നമുക്ക്
നമ്മുടെ ലെവലിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും ഞാൻ എവിടെയാണ് നിൽക്കുന്നത്. രണ്ടും ആവശ്യമാണ്. ഹയസ്റ്റ് സ്റ്റേറ്റിലേക്കുള്ള കണക്ഷൻ അവിടെ നിന്ന് വേണം നമ്മൾ നോക്കാൻ. അപ്പോഴേ നമ്മളുടെ എല്ലാ ഭാഗങ്ങളും മനസ്സിലാവും. തിങ്ക് ഗ്ലോബലി, ആക്ട് ലോക്കലി എന്നാണ് പ്രോവർബ്. പ്രാപഞ്ചികമായി ചിന്തിക്കുക, പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ തലത്തിൽ പ്രവർത്തിക്കുക. ഇതെല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വീട്ടിലൊരു കാര്യം ചെയ്യുമ്പോൾ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. എൻ്റെ കുട്ടിയെ ഞാൻ പഠിപ്പിക്കുമ്പോൾ എല്ലാവർക്കും നന്മ വരണം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യണം. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ, നമ്മൾ മലകൾ ഇടിച്ച് തകർക്കുമ്പോൾ, റോഡ് പണിയുമ്പോൾ എല്ലാം നമ്മൾ ഈ തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ശരിക്കുള്ള ദിശയിലാണ്. അപ്പോൾ കറക്റ്റ് ഡിസ്റ്റൻസ് വരും. ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നാം, പക്ഷേ പ്രാക്ടീസ് ചെയ്ത് നമ്മളിത് ഉൾക്കൊള്ളണം. എല്ലാവരും ആ ഹാർമണിയിൽ വേണം. അവരവരുടെ ലെവലിൽ പ്രപഞ്ചത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ജീവിയും വേറെ ജീവിയെ പോലെ അഭിനയിക്കുന്നില്ല. അവരവരുടെ ധർമ്മം ചെയ്യുന്നു. നമ്മളും ആ ധർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രാക്ടീസ് വേണം. രണ്ടും വേണം. പുറത്തേക്ക് നമ്മൾ നോക്കും വേണം, ഉള്ളിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഇതെനിക്ക് പറ്റുന്നതാണ്. അപ്പോൾ ഒബ്സർവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇൻഫർ ചെയ്തിട്ട് ഞാൻ മനസ്സിലാക്കുക, എന്നിട്ട് പ്രാർത്ഥനാഭാവത്തിൽ എൻ്റെ തലത്തിൽ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഉയരാനുള്ള സാധ്യത നമുക്ക് വരുന്നു. നമ്മൾ സത്യസന്ധമായിട്ടല്ല പ്രവർത്തിക്കുന്നത്, നമുക്ക് സ്പിരിച്വലായിട്ട് പ്രോഗ്രസ് നമുക്ക് നടക്കില്ല. അതാണ് ഭഗവാൻ പറയും, എത്ര യോഗേശ്വര കൃഷ്ണോ, സഞ്ജയൻ പറയുന്നു ഭഗവത്ഗീതയിൽ, എത്ര പാർത്ഥോ ധനുർധരഹ. രണ്ടും വേണം. ധനുർധരനായിട്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്കില്ലെല്ലാം ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കുന്നത്, ഇമോഷണലായിട്ട് ഡിപ്പെൻഡൻ്റ് അല്ലാതെ. ദാജി കോഗ്നേറ്റീവ് ഇൻ്റലിജൻസ് പറഞ്ഞു, ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലാതെ കോഗ്നേറ്റീവ് ഇൻ്റലിജൻസ്. ആ ബോധത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കും വേണം. അന്ന് അതേ സമയം തന്നെ ഉള്ളിലുള്ള മാസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യും വേണം. ഇത് രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഗാന്ധിജി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അർത്ഥം. അദ്ദേഹം അത് ജീവിതത്തിൽ ഉടനീളം പ്രാക്ടീസ് ചെയ്താണ്. നമുക്കും നമ്മുടെ രാഷ്ട്രപിതാവ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം അവലംബിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.